BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ആദ്യ മണ്ഡലമാണ് നേമം. ആ അക്കൗണ്ട് പിന്നീട് കഴിഞ്ഞ തവണ ഒന്ന് പൂട്ടേണ്ടി വന്നു. ഇത്തവണ വീണ്ടും ഓപ്പൺ ആക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, അത് ജനങ്ങൾ ഓപ്പൺ ആക്കുന്നോ ക്ലോസ് ആക്കുന്നോ അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കും. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു മുമ്പോട്ട് ഒരു സമഗ്ര വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമസ്കാരം. സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സഹായം വേണോ? സഹായിക്കണം. അപ്പോൾ ഞങ്ങളുടെ കടമ, ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ എന്തെല്ലാം ചെയ്യും. അതുപോലെ തന്നെ നരേന്ദ്രമോദിജി നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സിറ്റിംഗ് MLAയുടെ ഒരു പ്രചരണം എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായ എന്നെ വിജയിപ്പിക്കണോ, ഒരു വലിയ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണോ എന്ന ചോദ്യം വോട്ടർമാർക്ക് മുന്നിലേക്കിടുകയാണ്. താങ്കൾ വിജയിച്ചാൽ താങ്കളെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു വാദം. അല്ല, ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് CPMൻ്റെ ഒരു പഴയ ഒരു രാഷ്ട്രീയമാണ്. എല്ലാവരും വിഭജിക്കുക, മുതലാളി, നോൺ മുതലാളി, ബൂർജുവ, പ്രൊളിറ്റാരിയറ്റ്, ഇതെല്ലാം പൊളിഞ്ഞിട്ട് ഒരു 10-30 കൊല്ലമായി. അത് ചൈനയിലും പറയുന്നില്ല, റഷ്യയിലും പറയുന്നില്ല. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. എന്നിട്ടാണ് പാവം ശിവൻകുട്ടിജി ഇന്നും അത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. ഒന്ന് 2.5 കോടി രൂപയാണ് ആസ്തി. അതൊന്ന്. രണ്ടാമത് ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 6.5 മാസം BJP എന്ന പാർട്ടി 1.2 ലക്ഷം മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച പാർട്ടിയാണ്. ഡയറക്റ്റായിട്ട്. ഞങ്ങൾ സർക്കാരിലില്ല, ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയല്ല, ഒരു MLA ഇല്ലാത്ത ഒരു പാർട്ടി. 1,20,000 പേരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച പാർട്ടിയാണ്. മനസ്സിലല്ലേ? ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കരുത്. നിങ്ങൾക്കൊരു അവസരം കിട്ടി, MLAക്കൊരു അവസരം കിട്ടി, ഇവിടുത്തെ MLA, ധർമ്മടം MLA, പരവൂർ MLA അവസരം കിട്ടി, എത്രയോ അവസരങ്ങൾ കിട്ടി. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നും ആരും പരിഹരിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് പറയുന്നത് എന്താ? ഇതെല്ലാം മാറ്റി വയ്ക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചിട്ടാണ് ഇതുവരെ വന്നിരിക്കുന്നത്. എൻ്റെ അധ്വാനമാണ്, കഠിന അധ്വാനം. അതിനെ ഇനിയിപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് ശിവൻകുട്ടിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം BJPയും CPMും തമ്മിൽ ഡീലാണ്. BJPയെ കുറച്ച് സീറ്റുകളിൽ വിജയിപ്പിക്കുക, CPMന് അധികാര തുടർച്ച കിട്ടുക. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ. ഇതിനേക്കാൾ കൂടുതലൊരു കോമഡി എന്താണ്? ആരാണ് 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസിൽ മത്സരിക്കുന്നത് ഒരുമിച്ച്? CPMും കോൺഗ്രസ് അല്ലേ? ഇവിടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലും ആരാണ് മത്സരിക്കുന്നത് ഒരുമിച്ച്? കോൺഗ്രസും CPM അല്ലേ? ഇത് ആരെയാണ് വെടിയാക്കുന്നത്? ഇത് ഈ മുസ്ലിം വോട്ടിൻ്റെ പ്രാന്തമുണ്ട്. ഇവർ രണ്ടുപേരും പ്രാന്തായി എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർക്ക് എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും ആ മുസ്ലിം വോട്ട് പിടിക്കണം. ആ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും, ഏറെ വിദ്വാനായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞു CPM BJPൻ്റെ B ടീമാണ്. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അല്ല, കോൺഗ്രസ്സാണ് BJPൻ്റെ B ടീം. ആരുടെ B ടീമാണ്, ആരുടെ അലയൻസിലാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ BJPൻ്റെ എത്ര കാര്യകർത്താമാരെയാണ് CPM കൊന്നിരിക്കുന്നത്? ഇതിന് ഒരു ശതമാനം ചാൻസ് ഉണ്ടോ CPMും BJPയും തമ്മിലൊരു അന്തതാണ്? ഒരു ചാൻസ് ഉണ്ടോ? ഇല്ല. കോൺഗ്രസിനെ മുക്തമാക്കാൻ ആരാണ് ഇവിടെ ഈ രാജ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? BJPൻ്റെ അല്ലേ? പിന്നെ എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയാണോ പിണറായി വിജയനോട്, ഇതെല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി പറയൂ. 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്തു വന്നാണ് LDF. ഒരു ചുക്കും നന്നായിട്ടില്ല. 10 കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നശിപ്പിച്ചു വെച്ചു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഭരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അവിടെ എന്ത് നടക്കുന്നു? വ്യാജ വാഗ്ദാനം കൊടുത്ത് ഭരണത്തിൽ വന്നു. ഒരു ഒറ്റ വാഗ്ദാനം അവർ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യൂ. ഇതിന് ധൈര്യം ഉണ്ടാവണമല്ലേ? ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിലൊരു നിർണായക വോട്ടാണ്. അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിം ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ വോട്ട് കൂടി കിട്ടാതെ BJPക്ക് അങ്ങ് വലിയ മണ്ഡലങ്ങളിൽ വിജയിച്ചു പോകാൻ പാടാണ്. ഇത്തവണ അത് കിട്ടുമോ? ഞങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികളുടെ വോട്ട് കിട്ടും. ഇനിയിപ്പോൾ മാറ്റം വേണ്ടെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും.
അഴിമതിൻ്റെ ബെനിഫിഷ്യറീസും CPM-ൻ്റെ ബെനിഫിഷ്യറീസും കോൺഗ്രസിൻ്റെ ബെനിഫിഷ്യറീസും അവരുണ്ടാവും. അവരുടെ വോട്ട് ഞങ്ങൾ കിട്ടില്ല. അത് എവിടെയും കിട്ടുന്നില്ല. അത് ഇന്ത്യയിലും കിട്ടുന്നില്ല, ലോക്സഭയിലും കിട്ടുന്നില്ല. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. എത്ര സീറ്റാണ് നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ? 140. എങ്കിലും കുറച്ചുകൂടി പ്രാക്ടിക്കലായി പറഞ്ഞാൽ 140 പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു. 140 വിജയിക്കുക എന്നതാണ് ഞങ്ങളുടെ ടാർഗറ്റ് ചോദിച്ചു. ഞാൻ ടാർഗറ്റ് വിജയിക്കുന്ന എത്ര ഇത് ജനങ്ങൾ തീരുമാനിക്കാം. അതാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് BJP-യുടെ നേമത്തെ സ്ഥാനാർത്ഥിയും ഒപ്പം സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് ചന്ദ്രശേഖർ. ഡീൽ ആരോപണത്തേക്ക് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതിന് ചില കാരണങ്ങൾ കൂടി പറയുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.